പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഉള്ളിൽ നിറയുന്ന ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ദാഹത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും നമ്മൾ കൊതിയോടെ കാത്തിരിക്കുന്ന ഓരോ ദിവസവും ദിവ്യകാരുണ്യമായി നമ്മളെ തേടിയെത്തുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിശബ്ദമായി ഈശോയുടെ തിരുമുമ്പിലായിരിക്കാം. ദൈവത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് മറ്റൊരാളോട്, മറ്റൊരു വ്യക്തിയോട്, മറ്റൊരു സമൂഹത്തോട് സംസാരിച്ചത് എപ്പോഴാണ്? എന്താണ്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തെക്കുറിച്ച് ഒരു സമൂഹത്തില്, ഒരു കൂട്ടം ആളുകളുടെ മുമ്പില്, മറ്റു വിശ്വാസങ്ങളായിട്ടുള്ള ആളുകളുടെ മുമ്പില്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളില്, ജോലി ചെയ്യുന്ന ഓഫീസുകളില്, നമ്മളെ കണ്ടുമുട്ടുന്നവരോട് ഒക്കെ പറയാനായിട്ട് ഇപ്പൊ പലർക്കും മടിയാണ് എന്നുള്ളതാണ്. ദൈവത്തെ ഏറ്റുപറയാനായിട്ട് നമ്മൾ പലപ്പോഴും മടിക്കുന്നില്ലേ? സുവിശേഷത്തിൽ നമ്മൾ കാണുക, സക്കറിയ തൻ്റെ മകന്റെ പേര് യോഹന്നാനാണ് എന്ന് എഴുതി കാണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ 400 വർഷത്തെ പ്രവാചക ശബ്ദത്തിന്റെ ഒരു നിശബ്ദതയ്ക്കാണ് അവിടെ വിരാമമായത്. 400 വർഷക്കാലം ഇസ്രായേലില് ഒരു പ്രവാചകൻ ശബ്ദിച്ചിട്ടില്ല, ഒരു പ്രവാചകന്റെ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ലായിരുന്നു. നമ്മൾ പിന്നീട് കാണുക, ദൈവത്തെക്കുറിച്ച് ധീരതയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി ഈ യോഹന്നാൻ മാറി എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് ചങ്കുറ്റത്തോടെ, ധീരതയോടെ, ഒരു തരി പോലും ഭയമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി ഈ യോഹന്നാൻ മാറി എന്നുള്ളതാണ്. ഈ യോഹന്നാനാണ് പഴയ നിയമത്തിന്റെ അവസാനമായി വരുന്ന പ്രവാചകനായിട്ട് നമ്മൾ കരുതുന്നതും. ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന ആ പ്രവാചകൻ, അവൻ തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ആ പ്രവാചകത്വം നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. ദൈവത്തിന്റെ നീതിയെയും സ്നേഹത്തെയും കുറിച്ച് ധീരതയോടെ സംസാരിക്കുന്ന അവസാനത്തെ പ്രവാചകനായിട്ട് യോഹന്നാൻ മാറുമ്പോൾ ആ ഒരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ടുള്ള നാം എത്രമാത്രം ധീരതയോടെ, സ്നേഹത്തോടെ കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് മറ്റുള്ളവരോട് നാം പറയുന്നുണ്ട്? ദൈവത്തെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ ഓരോ വിശ്വാസിയുടെയും ഉള്ളിലേക്ക് തൻ്റെ ആത്മാവിനെ യേശു നൽകിയിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം ആ ഒരു ധീരത നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്?
എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ ഞാൻ ആ ധീരത എത്രമാത്രം കാട്ടിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവജനമായ നാം ഇന്നും ക്രിസ്തുവിൻ്റെ ആ പ്രവാചക ദൗത്യത്തിൽ പങ്കുകാരാണ്. ദൈവജനമായ നാം ഇന്നും ക്രിസ്തുവിൻ്റെ ആ പ്രവാചക ദൗത്യത്തിൽ പങ്കുകാരാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32 നമ്മൾ ഇങ്ങനെ വായിക്കുക: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ, ഓരോ കൃപകൾ, ഓരോ നന്മകൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ, ആ ദൈവത്തെക്കുറിച്ച് ഞാൻ എത്രമാത്രം മറ്റുള്ളവരോട് പറയാനായിട്ട് ഉത്സാഹിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് നൽകിയിട്ടുള്ള കൃപകളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എത്രമാത്രം ഞാൻ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഓരോ ക്രിസ്ത്യാനികളും ഒരു ദൗത്യം നൽകപ്പെട്ടിട്ടുണ്ട്. ആ ദൗത്യമാണ് പ്രവാചക ദൗത്യം. ഓരോ ക്രിസ്ത്യാനിയും പ്രവാചക ദൗത്യമുള്ളവനാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട് മടിക്കുക? കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടും, ചതിക്കപ്പെടും, പറ്റിക്കപ്പെടും, ബഹുമതിയില്ലാതാകും, ചെളിവാരി എറിയപ്പെടും, തള്ളപ്പെടും എന്നുള്ള ഭയങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ നിന്നും മാറി നിൽക്കാറുണ്ട്, വിസമ്മതിക്കാറുണ്ട്. നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവത്തെക്കുറിച്ച് എപ്പോഴൊക്കെയാണ് ഞാൻ പറയാതിരുന്നിട്ടുള്ളത്? മറ്റൊരു വ്യക്തിക്ക് എപ്പോഴൊക്കെയാണ് ദൈവത്തെ ഞാൻ നൽകാതിരുന്നിട്ടുള്ളത്? എൻ്റെ വാക്കുകൊണ്ടോ, എൻ്റെ പ്രവൃത്തി കൊണ്ടോ, എൻ്റെ മടി കൊണ്ടോ, എൻ്റെ നിസ്സഹരണം കൊണ്ടോ എപ്പോഴൊക്കെയാണ് ദൈവത്തെക്കുറിച്ച് പറയാൻ ഞാൻ ലജ്ജിച്ചിട്ടുള്ളത്? ഒരു നിമിഷം ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കാം. എവിടെയെങ്കിലുമൊക്കെ തമ്പുരാന്റെ നാമം മഹത്വപ്പെടുത്തേണ്ടടുത്ത് ഞാൻ മാറി നിന്നിട്ടുണ്ടോ? ഞാൻ വിമുഖത കാട്ടിയിട്ടുണ്ടോ? ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ തമ്പുരാന്റെ നാമം ഏറ്റുപറയാൻ, തമ്പുരാന്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കാൻ, അതിനുള്ള ധീരതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ ജപമാല സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർ, ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന, പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന, ഏഞ്ചൽ, റിയ എന്നീ 3 പേരെയും സമർപ്പിക്കാം. വിവിധങ്ങളായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിക്കാം. കാരിസ് ഭവനെയും കാരിസ് ഭവനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മക്കൾക്ക് വേണ്ടിയും അവർ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ സമർപ്പിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ സമർപ്പിക്കാം. പലവിധത്തിലുള്ള രോഗങ്ങളാൽ വേദനിക്കുന്നവർ തങ്ങളുടെ വേദനയിൽ തമ്പുരാന്റെ ഹിതം തിരിച്ചറിയാനും, തമ്പുരാന്റെ ഹിതമെങ്കിൽ അവർ സൗഖ്യമാക്കപ്പെടുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ
എന്നേരവും സ്തുതി ആരാധന, എന്നേരവും സ്തുതി ആരാധന,